ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരുടെ ഷെഡ്യൂൾ വളരെ ഹെക്റ്റിക് ആയിരിക്കും. ഇവർക്ക് ഭയങ്കരമായിട്ട് ജോലിയിൽ ബിസി ആയിട്ടിരിക്കുന്നവരായിരിക്കും ഇവർ. പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണം, അങ്ങനെയൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് തരുവാൻ ആഗ്രഹിക്കുന്നു ഇവർ. അതിൻ്റെ പ്ലാനിങ്ങിലാണിവർ. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവർ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും എനർജി നോക്കുമ്പോൾ കംപ്ലീഷൻ ഓഫ് ദ സൈക്കിൾ ഇൻ എ പോസിറ്റീവ് വേ, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ള എനർജിയിലാണുള്ളത്. ഒത്തിരി പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങൾക്ക്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് ആ ഒരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് ചേഞ്ച് ആകുന്നതാണ് പോസിറ്റീവായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സൈലൻസ് സോണിലാണ് ഉള്ളത്. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആൾക്കാർ ആലോചിക്കത്തില്ലേ, അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആലോചനയിലാണ് സൈലൻസ് സോണിൽ നിന്ന്. വളരെ കഠോരമായ ഒരു നിർണയം ഇവർ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ പ്ലാനിങ്ങിലൂടെ ഇവർ ആ ഒരു നിർണയം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു ചേഞ്ച് ഇവിടെ വരാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാരുടെ ലൈഫിൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവഭഗവാന്റെയും 3 ഭഗവാന്റെയും ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ വളരെ നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ എല്ലാം ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. എന്തെങ്കിലും വലിയൊരു ഡിസിഷൻ നിങ്ങൾക്ക് നേരെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ട്രാപ്ഡ് സിറ്റുവേഷൻ, സ്റ്റക്ക് സിറ്റുവേഷൻ, അതിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ പുറത്ത് വന്നു കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ താമസിച്ചാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെന്താണോ മറയ്ക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുവാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ തന്നെ എന്തെങ്കിലും പേഴ്സണൽ മാറ്റർ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് സംസാരിക്കാതെ ഹൈഡാക്കി വച്ചിരിക്കുന്നത്. ഇവിടെ അവരുടെ ഇമോഷൻസ് ഒക്കെ ഹൈഡ് ആക്കി വെച്ചൊക്കെയാണ്. അല്ലാതെ ഇവിടെ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. അതായത് അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതെല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന അങ്ങനെ ഒരു ഹൈഡിങ് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അവരുടെ എന്തോ ഒരു പേഴ്സണൽ പ്രോബ്ലം, അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഫറിങ്, അവരുടേതായ ഇമോഷണലായിട്ടുള്ള പ്രോബ്ലംസ്, അതെല്ലാം അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല. അല്ലാതെ വേറെ നെഗറ്റീവായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വലിയൊരു ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അതായത് ഇവർ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് ആകുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സും നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി അതെല്ലാം നിങ്ങളോട് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിട്ടുണ്ട് എങ്കിൽ, അതായത് നിങ്ങളിൽ നിന്ന് ദൂരെ പോയി കുറേ നാളായി നിങ്ങളോട് സംസാരിക്കുന്നില്ല, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഇപ്പോഴും നിങ്ങളുമായിട്ട്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ദൂരെ പോയ ആൾക്ക് പശ്ചാത്താപം തോന്നുകയും അവർ ചെയ്ത തെറ്റ് അവർക്ക് മനസ്സിലാകുകയും അവർ തോറ്റുപോയി എന്നുള്ള തോന്നൽ അവർക്ക് വരികയും നിങ്ങളുടെ അടുത്തേക്ക് വരുവാനുള്ള ഒരു ടെൻഡൻസി അവർക്കുണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ ത്രോട്ട് ചക്രയും സോളാർ പ്ലെക്സസ് ചക്രയും ഇപ്പോഴും ബ്ലോക്കേജസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും നിങ്ങളെ ട്രിഗർ ചെയ്തിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാക്കിയിട്ട് പോകുന്നത്. ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് വരികയാണ് എങ്കിൽ
ഇവരുടെ മാരേജ് ലൈഫിൽ ബ്ലോക്കേജസ് ക്രിയേറ്റ് ചെയ്യും. സിംഗിളാണ് എങ്കിൽ മാരേജ് ആവാൻ വേണ്ടിയുള്ള ആ ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി ഇവർക്ക് പറ്റത്തില്ല. കാരണം പേരൻസിനോട് പറയാൻ പേടി, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സോളാർ പ്ലെക്സസ് ചക്രയും ത്രോട്ട് ചക്രയും എപ്പോഴും ഹീലാക്കി വെക്കണം. റൂട്ട് ചക്ര മെയിനായിട്ട് ഹീലാക്കി വെക്കണം. ഈ 3 ചക്രാസും എപ്പോഴും ഹീലാക്കി വെക്കണം. ഇവിടെ 888ൻ്റെ വൈബ്രേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 14411 അതിൻ്റെ വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു. 555ൻ്റെ വൈബ്രേഷനും കാണാൻ സാധിക്കുന്നു. 5ൻ്റെ അർത്ഥം ചേഞ്ചാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫർമേഷനാണ് സംഭവിക്കാൻ പോകുന്നത്, ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ സന്തോഷമായിട്ടിരിക്കുക. വരാൻ പോകുന്ന സമയം ഉറപ്പായിട്ടും നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നതാണ്. ഇവിടെ 8 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 8 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ചില ആൾക്കാർക്ക് ഈ കടന്നു പോകുന്ന ടൈം ഭയങ്കര ഫ്രസ്ട്രേഷനായിട്ട് തോന്നുന്നതാണ്. കാരണം എന്തെങ്കിലും പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന ഒരു പരീക്ഷണ കാലഘട്ടമായിരിക്കും ഇത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ വരാൻ പോകുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. വരാൻ പോകുന്ന സമയം. സെക്കൻഡ്, നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു വുമൺ, അതായത് അവരുടെ മുടി നല്ല ഡാർക്കാണ്, ഇല്ല എങ്കിൽ അവരുടെ നിറം ഡാർക്കാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, കുറേ ആൾക്കാർക്ക് ഡിവൈൻ ബ്ലെസ്സിങ് റിസീവ് ആകാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ എല്ലാം അവസാനിച്ച് നിങ്ങൾക്ക് ബ്ലെസ്സിങ് റിസീവ് ആകാൻ പോകുകയാണ്. ഒരു സോളിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇവിടെ ക്രിയേറ്റ് ആവാൻ പോകുകയാണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു സക്സസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജിൻ്റെ ആ ഒരു എഫക്റ്റും കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് മാരേജോട് കൂടിയ കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആക്കാൻ പോകുകയാണ് അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ എഫേർട്ട് എടുക്കുവാനാണ് പറയുന്ന ഏഞ്ചൽസ്. എങ്കിലേ നിങ്ങളുടെ ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ എഫേർട്ട് എടുക്കാതിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഫൈനാൻഷ്യൽ ലൈഫിലായാലും ലവ് ലൈഫിലായാലും 2 ലൈഫിലും ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് റിസീവ് ആകാൻ പോകുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്ന്. എപ്പോഴും ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. ഒരാളുടെ ജീവിതത്തിൽ മോശ സമയവും നല്ല സമയവും വരും. മോശ സമയം വരുന്നത് നമ്മുടെ മുൻജന്മ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മോശകർമ്മം അനുഭവിക്കേണ്ടി വരുന്നത്. നല്ല സമയം വരുന്നത് നമ്മുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നല്ല സമയം വരുന്നത്. അപ്പോൾ ഈ 2 കാര്യവും നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ വേൾഡ് നിങ്ങൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം റിലീസാക്കുക. നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ ഫ്രഷാക്കി വയ്ക്കുക, ഹീലാക്കി വയ്ക്കുക, റിക്കവറാക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.